ആനപ്പുറത്ത് കയറുകയും വേണം, അങ്ങാടിയിലൂടെ പോവുകയും വേണം, നാട്ടുകാർ കാണാനും പാടില്ല. ഇതാണ് ഷാഫി പറമ്പിൽ എന്ന് കളിയാക്കുകയാണ് KT ജലീൽ MLA. ഈ സമീപനമാണ് തെരഞ്ഞെടുപ്പിന്റെ ആരംഭം മുതൽ ഷാഫി പറമ്പിൽ സ്വീകരിച്ചത്. ഒരു നിലയ്ക്കും ഇതിനോട് യോജിക്കാനാവില്ല. വർഗീയത വടകരയിൽ അങ്ങേയറ്റം വളർത്താൻ ഷാഫി ശ്രമിച്ചതിന് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ തന്നെ തെളിവ്. അതിനു കൂട്ടായി കുറെ മുസ്ലിം ലീഗിലെ സൈബർ ആഭാസന്മാരും. ആരെന്തു പറഞ്ഞാലും വടകരയുടെ മതസാമുദായിക ബന്ധത്തിന്റെ ഊഷ്മളതയ്ക്ക് വലിയ തോതിൽ പോറലേൽപ്പിക്കാൻ UDFന്റെ പ്രചരണ മാമാങ്കം വഴിതെളിയിച്ചിട്ടുണ്ടെന്നും ജലീൽ പറഞ്ഞു. കുറ്റ്യാടിയിലെയും നാദാപുരത്തെയും അടുത്തുകൊണ്ടിരുന്ന ജനവിഭാഗങ്ങളെ മാനസികമായി അകറ്റാൻ വർഗീയതയുടെ കാടിളക്കി നടത്തിയ പ്രചരണം ഹേതുവായിട്ടുണ്ട്. അതൊരു സത്യമാണ്. വസ്തുത പറയുമ്പോൾ ആര് കവർച്ചിട്ടും കാര്യമില്ല എന്നും ജലീൽ പറഞ്ഞു. തന്നെ സംഘികളും ക്രിസംഗികളും മുസംഗികളും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് മുൻസിമിക്കാരൻ, തീവ്രവാദി എന്നുമുള്ളത്. അതിലൊന്നും തനിക്കൊരു കുലുക്കവും ഉണ്ടാകില്ലെന്ന് ജലീൽ തറപ്പിച്ചു പറയുന്നു. ഇതേ വർഗീയ കോൺഗ്രസ് തന്നെയാണ് ഇപ്പോൾ ഉത്തരേന്ത്യയെയും കുട്ടിച്ചോറാക്കുന്നത്. അസദുദ്ദീൻ ഉവൈസിയെ BJP ചാരനാക്കിയത് ഇടതുപക്ഷമല്ല, കോൺഗ്രസ് ആണെന്ന് KT ജലീൽ ചൂണ്ടിക്കാട്ടുന്നു. അസദുദ്ദീൻ ഉവൈസി പലതവണ കോൺഗ്രസുമായി സഖ്യത്തിന് ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തോടൊന്നും മിണ്ടാൻ പോലും കോൺഗ്രസ് നേതൃത്വം സന്മനസ് കാണിച്ചില്ല എന്നും BJPയെ തോൽപ്പിക്കണമെങ്കിൽ എല്ലാ ന്യൂനപക്ഷ പാർട്ടികളും പിരിച്ചുവിട്ട് കോൺഗ്രസിൽ ചേരട്ടെ എന്ന ധാർഷ്ട്യത്തിൽ സഹികെട്ട് അദ്ദേഹം ഒറ്റയാൾ പോരാട്ടത്തിനിറങ്ങി എന്നുമാണ് KT ജലീൽ പങ്കുവെക്കുന്നത്. അങ്ങനെയാണ് ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും ആൾ ഇന്ത്യ മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമീൻ സ്ഥാനാർത്ഥികളെ നിർത്തിയത് എന്നും ജലീൽ വ്യക്തമാക്കി.